بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റമദാനിലെ നോമ്പ്, രാത്രിയിലെ ഖിയാമ്, അതിലെ പോരായ്മകളൊക്കെ പരിഹരിച്ച് നാളെ ആഖിറത്തിൽ നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വെറുത്താൽ കരിഹല്ലാഹു ലിഖാഅഹു, അള്ളാഹു അവനെ കണ്ടുമുട്ടുന്നത് വെറുക്കും. വമൻ അഹബ്ബ ലിഖാഅ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹു, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അവനെ കണ്ടുമുട്ടാനും ഇഷ്ടപ്പെടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞ സമയത്ത് സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, കുല്ലുനാ നക്റഹുൽ മൗത്ത്, നമ്മളെല്ലാം മരണത്തെ ഭയപ്പെടുന്നു, മരണത്തെ പേടിക്കുന്നു. മരണത്തെ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനുശേഷം മരണത്തിന് ശേഷം അള്ളാഹനെ കാണുന്നു. മരണത്തിന് മുമ്പ് എന്തില്ല, ഒരിക്കലും അള്ളാഹുവിനെ കാണാൻ കഴിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിൻ്റെ അള്ളാഹുവിനെ കണ്ടിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂൽ അള്ളാഹുവിനെ കണ്ടു എന്നാരെങ്കിലും പറഞ്ഞാൽ ഫഖദ് കദബ, ഓൻ കളവാണ് പറയുന്നത്. ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ, മരണത്തിന് മുമ്പായിട്ട് അള്ളാഹുവിനെ കാണാൻ കഴിയില്ല. പക്ഷെ മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ കാണും. എപ്പോഴും? സ്വർഗത്തിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൻ്റെ ആൾക്കാർ സ്വർഗത്തിലും നരകത്തിൻ്റെ ആൾക്കാർ നരകത്തിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വർഗവാസികളോട് അള്ളാഹു ചോദിക്കും, ഹൽ തുരീദു അസീദുക്കും ഷൈഅ, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അധികരിപ്പിച്ച് തരണോ, അതിനെന്തെങ്കിലും ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ സ്വർഗത്തിൻ്റെ ആൾക്കാർ പറയും, അല്ലാഹുവേ, അലം തുബയ്യിദ് വുജൂഹന, നമ്മുടെ മുഖത്തെ നീ പ്രകാശിപ്പിച്ചില്ലേ. രണ്ട് രീതിയിലായിരിക്കും നാളെ ആഖിറത്തിൽ മുഖങ്ങൾ ഉണ്ടാവുക. ഒന്ന് സന്തോഷം കൊണ്ട് പ്രകാശിക്കുന്ന മുഖങ്ങൾ, പ്രസന്നമായ മുഖം. മറ്റേത് പേടിച്ചരണ്ട് വിറളി പിടിച്ച കറുത്ത മുഖങ്ങൾ. ആ സ്വർഗത്തിലെ ആൾക്കാർ പറയും, അലം തുബയ്യിദ് വുജൂഹന, അല്ലാഹുവേ, നീ നമ്മുടെ മുഖത്തെ പ്രകാശിപ്പിച്ചില്ലേ. വതുദ്ഖിൽനാ അൽ ജന്ന, നമ്മളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തില്ലേ. വതുൻജിനാ മിനന്നാർ, നീ നമ്മുടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തില്ലേ. മൂന്ന് കാര്യങ്ങളെ പറയും. അല്ലാഹുവേ, ഇതിനേക്കാൾ എന്താണ് എനിക്ക് കിട്ടാനുള്ളത്? ഇതിനേക്കാൾ അപ്പുറം ഓരോന്ന് കിട്ടാനില്ല. നമ്മൾ ഇതാണ് ലക്ഷ്യം വെച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മറ നീക്കും. മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ കാണും. അവരുടെ കണ്ണുകൾ കൊണ്ടവർ അള്ളാഹുവിനെ കാണും. ഏതുപോലെ? ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തൽ ഖദ്രി, 14 രാവിൻ്റെ അന്ന് ചന്ദ്രൻ നിങ്ങൾ എത്ര വ്യക്തമായിട്ടാണോ കാണുന്നത്, അതേപോലെ നിങ്ങൾ അള്ളാഹുവിനെ കാണും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് സ്വർഗത്തിൻ്റെ ആൾക്കാർക്ക് അതിനേക്കാൾ സന്തോഷമുള്ള, അതിനേക്കാൾ മധുരമുള്ള ഒരു നിഅമത്തും നൽകപ്പെട്ടിട്ടില്ല. അള്ളാഹുവിനെ കാണുന്ന നിഅമത്താണ് ഏറ്റവും വലിയ നിഅമത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കാഫിറുകൾക്ക് കാണാൻ കഴിയില്ല, വിശ്വാസികൾക്ക് കാണാൻ കഴിയില്ല. മുവഹിദീൻ, തൗഹീദുള്ളവർക്ക് മാത്രം അള്ളാഹിനെ കാണാൻ കഴിയും. അത് വലിയ ഫضലാണ്, വലിയ സ്ഥാനമാണ്. സ്വർഗത്തിലും വലിയ ഉന്നതമായ സ്ഥാനമാണ് അള്ളാഹുവിനെ കാണുക എന്നുള്ളത്.
അപ്പം ഈ ഹദീസ് പറഞ്ഞപ്പോൾ സഹാബാക്കൾ കൊണ്ട് അള്ളാഹിൻ്റെ റസൂൽ നമ്മളൊക്കെ മരണത്തെ ഭയക്കുന്നു. അതിൻ്റെ അർത്ഥം അള്ളാഹിനെ കാണാൻ വെറുക്കുന്നു, അള്ളാഹിനടുത്തേക്ക് അവൻ പേടിയാവുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല സഹാബാക്കളെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യം. ഒരാൾക്ക് മരണമാസന്നമായാൽ അവൻ നല്ല ആളാണെങ്കിൽ, ആ മരിക്കാൻ കിടക്കുന്ന ആൾ നല്ല വ്യക്തിയാണെങ്കിൽ അവനിക്ക് സ്വർഗം കാണിക്കപ്പെടും. മരണത്തിൻ്റെ മുമ്പ് ദുനിയാവിൽ സ്വർഗം കാണിക്കപ്പെടും. അതിൻ്റെ നിഅമത്തുകൾ അവന് കാണിക്കപ്പെടും. മലക്കുകൾ അവന് സന്തോഷ വാർത്ത അറിയിക്കും, ഇതാ ഈ സ്ഥലത്തേക്കാണ് നീ പോകേണ്ടത്. ആ മരണശയ്യയിൽ കിടക്കുന്ന ആ വ്യക്തി അവൻ പെട്ടെന്ന് മരണപ്പെടാൻ ആഗ്രഹിക്കും. അത് കാണുമ്പോൾ എങ്ങനെയെങ്കിലും മരണപ്പെട്ട് അവിടെ എത്താൻ അവൻ്റെ മനസ്സ് കൊതിക്കും. അതാണ് മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹു. പെട്ടെന്ന് മരിച്ച അള്ളാഹിനെ കാണാൻ ആ മനസ്സ് ആഗ്രഹിക്കും. അപ്പോൾ അള്ളാഹു ഇവനെ കാണാനും ആഗ്രഹിക്കും. അതാണത്. ആ വ്യക്തി മോശപ്പെട്ട ആളാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തെയും നരകത്തിൻ്റെ ശിക്ഷയെയും അവന് കാണിക്കപ്പെടും. അവന് പോകേണ്ട സ്ഥലം കാണിക്കപ്പെടും. അത് കാണുമ്പം ആ മനുഷ്യൻ വല്ലാതെ പേടിക്കും. അവൻ പറയും, അല്ലാഹു എനിക്ക് നിന്നെ കാണണ്ട, നിന്റെ അടുത്തേക്ക് വരണ്ട, എനിക്ക് പോയാൽ പരാജയം ഉറപ്പാണ്. ആ സ്ഥലം അവന് കാണിക്കപ്പെടും, നരകത്തിലെ അവർക്ക് കിട്ടാനുള്ള സ്ഥലം. അപ്പോൾ അവൻ അള്ളാഹുവിനെ കാണാൻ അവിടെ വെറുക്കും. മരണത്തിൻ്റെ മുമ്പ് അള്ളാഹിൻ്റെ മുമ്പിലേക്ക് പോകുന്നതിന് അവൻ വെറുക്കും. അതാണ് മൻ കരിഹ ലിഖാ അല്ലാഹ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ആരെങ്കിലും വെറുത്താൽ കരിഹ അല്ലാഹു ലിഖാഅഹു, അവനെ കാണുന്നത് അള്ളാഹുവും വെറുക്കും. അതാണ് ആ ഹദീസ്. അത് പ്രിയപ്പെട്ടവരെ, അമലുകൾ ചെയ്യുക, നന്മയിൽ മുന്നോട്ട് പോകുക, നന്മകൾ ബാക്കിയാക്കുക. അവനക്ക് മരണത്തിൻ്റെ മുമ്പായിട്ട് കാണിക്കപ്പെടും. ഷഫാഅത്തിൻ്റെ ഹദീസ് ദീർഘമായ ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹ്ശറിൽ എല്ലാവരും ഒരുമിച്ച് കൂടും. അവർക്ക് വലിയ പ്രയാസമായിരിക്കും. എല്ലാ മനുഷ്യരും കൂടി ആദം നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് പോകും. എന്നിട്ട് പറയും, യാ ആദം അൻത അബുൽ ബഷർ, നിങ്ങൾ മനുഷ്യരുടെ പിതാവാണ്. നിങ്ങളെ അള്ളാഹു സ്വർഗത്തിലാണ് സൃഷ്ടിച്ചത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പറയണം, ഒന്ന് തീരുമാനാക്കാൻ. അപ്പോൾ ആദം നബി അലൈഹിസ്സലാം പറയും, ഇന്ന് എൻ്റെ റബ്ബ് ദേഷ്യത്തിലാണ്. ഇതിൻ്റെ മുമ്പ് ഇങ്ങനെ അള്ളാഹു ദേഷ്യം പിടിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് ഇതേപോലെ അള്ളാഹു ദേഷ്യം പിടിക്കുകയുമില്ല. അത്രയും ദേഷ്യത്തിലാണ്. ഇന്ന് നഫ്സി നഫ്സി, ഇന്ന് എനിക്കെന്ത് ചെയ്യണം? എന്നെ സംരക്ഷിക്കണം. നിങ്ങൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കിലേക്ക് പോയിക്കും. അപ്പം എല്ലാവരും എന്ത് ചെയ്യും? നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കിലേക്ക് വരും. ഇത് പറയും, അൻത അവ്വലുർ റുസുലി, താങ്കൾ മനുഷ്യരിലേക്കുള്ള ആദ്യത്തെ റസൂലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല താങ്കളെ അബ്ദൻ ഷക്കൂറ, നന്ദിയുള്ള അടിമ എന്നാണ് ഖുർആനിൽ പരിചയപ്പെടുത്തിയത്. അള്ളാഹിനോട് സംസാരിക്കണം, ഒന്ന് തീരുമാനാക്കി തരാൻ. നൂഹ് നബി അലൈഹിസ്സലാം പറയും, ആദം നബി അലൈഹിസ്സലാം എന്താണോ പറഞ്ഞത് അതേപോലെ നഫ്സി നഫ്സി, ഇന്ന് എനിക്ക് എന്നെ സംരക്ഷിക്കണം. എനിക്ക് നിങ്ങളെ കൊണ്ട് അള്ളാഹിനോട് പറയാൻ പേടിയാണ്. എനിക്ക് അള്ളാഹിനോട് സംസാരിക്കാൻ പേടിയാണ്. നിങ്ങൾ ഇബ്രാഹിമിലേക്ക് പോയിക്കും. എല്ലാവരും കൂടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കിലേക്ക് വരും. ഖലീലുല്ലാഹി ഇബ്രാഹിം, അള്ളാഹുവിൻ്റെ ഖലീലാണ്. അത്രയും വലിയ സ്ഥാനം കിട്ടിയ ആളാണ്. പറയും, നിങ്ങൾ ഖലീലുല്ലാഹ്, നിങ്ങൾ അള്ളാഹിൻ്റെ ഖലീലാണ്. ഇന്ന് അള്ളാഹുവിനോട് സംസാരിക്കണം, നമുക്ക് വേണ്ടി എന്തെങ്കിലും പറയണം, ഷഫാഅത്ത് നടത്തണം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയും, ഞാൻ അള്ളാഹുവിനോട് കളവ് പറഞ്ഞിട്ടുണ്ട്, 3 കളവുകൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. 3 ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നടത്തിയ 3 കളവുകൾ. ഒന്ന്, അവരൊക്കെ അവരുടെ ആഘോഷത്തിനോട് വിളിച്ചപ്പോൾ ഇന്നി സഖീം, ഞാൻ രോഗിയാണെന്ന് കളവ് പറഞ്ഞു. രണ്ടാമത്തത്, ആ വിഗ്രഹങ്ങളൊക്കെ തച്ചുടച്ചിട്ട് എന്ത് ചെയ്തു? ഒരു വലിയ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ കോടാലി വെച്ചു. ആ വലിയ വിഗ്രഹമാണ് ഇതൊക്കെ തച്ച് പൊളിച്ചത്. അവനോട് ചോദിക്കും, ദഅവത്തിലാണ്.
മൂന്നാമത്തേത് ഭാര്യയെയും കൂട്ടി മിസ്റിലേക്ക് വന്നപ്പോൾ, ഭാര്യ സാറയും കൂട്ടിയിട്ട് മിസ്റിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ആ ഭരണാധികാരി സാറയെ ആവശ്യപ്പെട്ടു. ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, സാറയോട് രാജാവ് ചോദിച്ചാൽ നീ എൻ്റെ സഹോദരിയാണെന്ന് പറയണം. ഇതാണ് 3 കളവുകൾ. അപ്പം ഞാൻ 3 കളവുകൾ പറഞ്ഞിട്ട് ഇന്ന് അള്ളാഹുവിനോട് സംസാരിക്കാൻ എനിക്ക് പേടിയാണ്. നഫ്സി നഫ്സി, എനിക്ക് എന്ത് ചെയ്യണം? എൻ്റെ സ്വന്തത്തെ രക്ഷപ്പെടുത്തണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ആഖിറത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അവസ്ഥ വിശദീകരിച്ചു. എങ്ങനെയായിരിക്കും നാളെ ആഖിറത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം? റസൂൽ പറഞ്ഞു, 2 കാൽമുട്ടും നിലത്ത് കുത്തിയിരുന്ന് 2 കൈകളും മേൽപോട്ട് ഉയർത്തിയിട്ട് യാ റബ്ബി സല്ലിം യാ റബ്ബി സല്ലിം, അല്ലാഹുവേ ഒന്ന് രക്ഷപ്പെടുത്തിത്താ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ നാളെ ആഖിറത്തിൽ. അപ്പോൾ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ് എന്ത്? ആഖിറ. നമ്മൾ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ആഖിറ. നമുക്ക് താങ്ങാൻ കഴിയില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയും, ഇന്ന് എനിക്ക് എന്നെ രക്ഷപ്പെടുത്തണം. അള്ളാഹുവിൻ്റെ അടുക്കൽ എങ്ങനെയെങ്കിലും എനിക്കൊരു കരുണ കിട്ടണം. നിങ്ങൾ മൂസ നബി അലൈഹി ഇസ്ലാമിലേക്ക് പോയി. അപ്പോൾ എല്ലാവരും മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കിലേക്ക് പോകും. എന്നിട്ട് പറയും, താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹു സംസാരിച്ച റസൂലാണ്. മൂസ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു സംസാരിച്ചിട്ടുണ്ട്. കല്ലമ അല്ലാഹു മൂസ തക്ലീമ, അള്ളാഹു മൂസയോട് സംസാരിച്ചു. അള്ളാഹു സംസാരിച്ച പ്രവാചകനാണ് നിങ്ങൾ. അള്ളാഹുവിൻ്റെ അടുക്കൽ ഇന്ന് നമുക്ക് വേണ്ടി സംസാരിക്കണം. അതേ വാക്ക് മൂസ നബി അലൈഹി ഇസ്ലാം, ഇല്ല, ഇന്ന് എനിക്ക് അള്ളാഹുവിനോട് സംസാരിക്കാൻ പേടിയാണ്. ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്. അള്ളാഹുവിന് അത്രയും ദേഷ്യത്തിലാണ്. നിങ്ങളെല്ലാം ഈസാ നബി അലൈഹി ഇസ്ലാമിലേക്ക് പോകാൻ പറയും. എല്ലാവരും ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കിലേക്ക് പോകും. പറയും, ഉപ്പയില്ലാതെ താങ്കൾ അള്ളാഹു സൃഷ്ടിച്ചതാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് ശഫാഅത്ത് നടത്തണം. നമ്മുടെ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരാൻ പറയണം. ഈസാ നബി അലൈഹി ഇസ്ലാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈസാ നബി അലൈഹി ഇസ്ലാം പ്രത്യേക തെറ്റുകളൊന്നും എടുത്തു പറയുന്നില്ല. ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളൊന്നും എടുത്തു പറയുന്നില്ല. മറിച്ച് എന്ത് പറയും? ഇന്ന് അള്ളാഹു ദേഷ്യത്തിലാണ്, എനിക്ക് അള്ളാഹുവിനോട് സംസാരിക്കാൻ പേടിയാണ്. നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ എല്ലാ ആൾക്കാരും അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കിലേക്ക് വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അനലഹ അനലഹ, ഞാൻ ആ ഷഫാഅത്തിന് അർഹനാണ്, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് പോവാ. എല്ലാ ആൾക്കാരും റസൂലിൻ്റെ അടുക്കിലേക്ക് വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അർശിൻ്റെ താഴ്ഭാഗത്തായിട്ട് അള്ളാഹിൻ്റെ മുമ്പിൽ സുജൂദിലായിട്ട് വീഴും. ഫഅഖിറു സാജിദ, ഞാൻ അള്ളാഹിൻ്റെ മുമ്പിൽ സുജൂദിലായിട്ട് വീഴും. എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് അള്ളാഹുവിൻ്റെ പ്രത്യേകം ചില പേരുകളും സിഫാത്തുകളും എനിക്ക് അറിയിക്കും. ഞാൻ ആ പേരുകൾ വെച്ച് അള്ളാഹുവിനെ വിളിക്കും, അള്ളാഹുവിനോട് ഞാൻ ചോദിക്കും, അള്ളാഹുവിനെ പുകഴ്ത്തും ആ സുജൂദിൽ കിടന്നിട്ട്. ആ സമയത്ത് അള്ളാഹു പറയും, യാ മുഹമ്മദ് ഇർഫഅ റഅസക്, മുഹമ്മദെ തല ഉയർത്ത്. ഇസ്അൽ, നീ ചോദിക്കു, തുഅത, നിനക്ക് നൽകപ്പെടും. ഇശ്ഫഅ തുശഫഅ, നീ ഷഫാഅത്ത് നടത്തിക്കോ, നിന്റെ ഷഫാഅത്ത് സ്വീകരിക്കപ്പെടും. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ഖാസായ ഷഫാഅത്താണ്. ഷഫാഅത്ത് പല രീതിയിലുണ്ട്. അത് അള്ളാഹുവിൻ്റെ റസൂലിന് മാത്രം ഖാസായ ഷഫാഅത്താണ്. ഷഫാഅത്തുൽ കുബ്ര, ഏറ്റവും വലിയ ഷഫാഅത്ത്. ആ ഷഫാഅത്ത് നടത്താൻ ആർക്ക് അധികാരമുള്ളൂ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ അധികാരമുള്ളൂ. ആ അധികാരം അള്ളാഹു നൽകണം. അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ അവിടെ ആ ഷഫാഅത്ത് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നടത്താൻ കഴിയില്ല. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ നബിമാർക്കും അള്ളാഹു ദുആക്ക് ഉത്തരം കിട്ടുന്നൊരു ദുആക്ക് അവസരം നൽകിയിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും അത് ചെയ്തു, തൻ്റെ സമൂഹത്തിനെതിരായിട്ടും അനുകൂലമായിട്ടൊക്കെ ചെയ്തു. പക്ഷെ ഞാനത് എടുത്തു വെച്ചു, ആ അവസരം ഞാൻ എടുത്തു വെച്ചു. ഷഫാഅത്തൻ ലി ഉമ്മത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ ഉമ്മത്തിന് ഷഫാഅത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ സന്ദർഭം, ആ ഒരു അവസരം എടുത്തു വെച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രിയപ്പെട്ടവരെ, അതാണ് അല്ലാഹുവിൻ്റെ റസൂലിനോടുള്ള നമ്മുടെ ഒരു ബന്ധം.
ആഖിറത്തിൽ എല്ലാവർക്കും രക്ഷകനായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരിക. ആ ഷഫാഅത്ത് നേടിയെടുക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ത്? ബാങ്കിന് ശേഷമുള്ള ദുആ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാങ്കിന് ശേഷം ആരെങ്കിലും എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ആ ഫളീലത്തിൽ, ആ സ്ഥാനത്തിനോട് ദുആ ചെയ്താൽ ഹല്ലത്ത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ ഷഫാഅത്ത് അവൻ അനുകൂലമായിരിക്കും. പിന്നെ അള്ളാഹു റസൂലിൻ്റെ സുന്നത്തിനെ സ്നേഹിക്കുക, റസൂലിനെ ഇത്തിബാ ചെയ്യുക. ഏതേത് അവസരത്തിലും റസൂലിൻ്റെ സുന്നത്തിനോടും റസൂലിൻ്റെ ശരിയോടും നമുക്കൊരു മഹബത്ത് ഉണ്ടാകണം, സ്നേഹമുണ്ടാകണം. നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതമായിരിക്കണം. പ്രത്യേകം ഒരു മഹബത്ത്, സ്നേഹം വേണം. ഏതേത് സന്ദർഭത്തിലും ഇതാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത്, ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത്. അതിനോടൊരു പ്രത്യേക ഇഷ്ടവും അതിനോടൊരു പ്രത്യേക പരിഗണനയും നമ്മുടെ ജീവിതത്തിൽ വേണം. അതില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നഷ്ടത്തിലാണ് ആഖിറത്ത്. നമ്മുടെ അള്ളാഹുവിൻ്റെ റസൂലില്ലാതെ നമുക്ക് ദീനില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തില്ലാതെ നമ്മുടെ ദീൻ പൂർണ്ണമാവില്ല. അതുകൊണ്ട് ഖുർആനെയും അതിൻ്റെ കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയും മുറുകെ പിടിക്കുക. അവിടെയാണ് വിജയം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് നൽകി പോകുന്നത്. ഒന്ന് കിതാബ് അല്ലാഹി, 2 സുന്നത്ത റസൂലി. അള്ളാഹുവിൻ്റെ കിതാബും റസൂലിൻ്റെ സുന്നത്തും. ഈ 2 മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിവിഴക്കുകയില്ല, നിങ്ങൾക്ക് വഴി തെറ്റിപ്പോവുകയില്ല, നിങ്ങൾ ഹക്കിലായിരിക്കും. ഒരാൾക്കും നിങ്ങൾക്കെതിരെ ഉപദ്രവം ചെയ്യാനും കഴിയില്ല. അത് ഈ സുന്നത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുന്നത്തിനെ ഇഷ്ടപ്പെടുക, സുന്നത്തിനെ സ്നേഹിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചൊരു കാര്യം അറിഞ്ഞാൽ അതിനെ സ്നേഹിക്കുകയും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുക. അതാണ് ഒന്നാമത് റസൂലിനോടുള്ള മഹബത്ത്, അതാണ് സുന്നത്തിനോടുള്ള മഹബത്ത്. അത് നമ്മുടെ ജീവിതത്തിൽ വേണം, ഇഷ്ടം വേണം, സ്നേഹം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു റസൂലിൻ്റെ സുന്നത്തിനെ സ്നേഹിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന പാപങ്ങളും നമസ്തന റബ്ബ് കൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.